ഡോബയുടെ മാരത്തോൺ എക്സാം ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഞാനൊരു ചാപ്റ്റർ ഒക്കെ എടുത്താൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ചാപ്റ്റർ അതിന് ഇങ്ങനെ ഇരുന്ന് തൂങ്ങും. അപ്പോൾ ഡോബന്റെ മാരത്തോൺ എക്സാം വന്നപ്പോൾ +1 ബയോളജി ഒരു ദിവസം, +2 ബയോളജി പിറ്റേ ദിവസം. അപ്പോൾ ഈ +1 ബയോളജി ഒരു ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇവിടെയും തൊട്ടിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. സോ വെൽക്കം ഓൾ. നമ്മളെ കൂടെ ഉള്ളത് നമ്മുടെ ഡോപ്പയുടെ സ്വന്തം റിപ്പീറ്റർ ബാച്ചിലുള്ള തസ്നിയാണ്. അപ്പം ഈ വർഷത്തെ 2022 നീറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ട് നിങ്ങളോട് പങ്കുവെക്കാനാണ് തസ്നി എൻ്റെ കൂടെ ഉള്ളത്, അല്ലേ? അതെ. ഓക്കെ. അപ്പം തസ്നി എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നെ ഈ ഒരു 1 ഇയർ എങ്ങനെ ഉണ്ടായിരുന്നു? നീറ്റിലേക്ക് വരാം. നീറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിന് മുന്നേ ഈ ഒരു വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? ഈ ഒരു വർഷം എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഞാൻ റിപ്പീറ്ററാണ്. കഴിഞ്ഞ വർഷത്തേക്കാളും ഇപ്രാവശ്യം നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റി. ഫിസിക്സിലാണ് എനിക്ക് മാർക്ക് കുറവുണ്ടായിരുന്നത്. അപ്പോൾ ഫിസിക്സാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തത് ഇപ്രാവശ്യം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇപ്പം റിപ്പീറ്റർ ആണെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് കുറേ കോള് വരുന്നുണ്ട്. സാറേ എനിക്ക് റിപ്പീറ്റ് ചെയ്തപ്പോൾ ഇത്രയാണ് മാർക്ക് കിട്ടിയിട്ടുള്ളത്, റിപ്പീറ്റ് ചെയ്ത കാര്യമുണ്ടോ, ഒരു കൊല്ലം കൂടി പോവോ, അല്ല റിപ്പീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇത്രയാണ് മാർക്ക്, പിന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്താൽ ഇനിയും ഒന്നും കൂടി ചെയ്താൽ മോശമാവുക? കാരണം നാട്ടിൽ ഈ റിപ്പീറ്റർ സൂപ്പർ റിപ്പീറ്റർ എന്ന് പറഞ്ഞാൽ ആ പേരിലൊക്കെ ഒരു സെക്കൻഡ് കാറ്റഗറിയിലേക്ക് വരുന്ന സംഭവമുണ്ട്. പക്ഷേ നമ്മൾ അറിയാം, ഇപ്പോൾ സിവിൽ സർവീസ് എല്ലാം 8ഉം 9ഉം പ്രാവശ്യം എഴുതുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം ഇതിൽ മാത്രം നമുക്കൊരു 1ഓ 2ഓ അറ്റംപ്റ്റ് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് കാറ്റഗറിയിലേക്ക് പോകുന്നൊരവസ്ഥ ഉണ്ട്. അതും ഇപ്പം നിന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം സെക്കൻഡ് ടൈം അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാരണം കൊണ്ടാണ് നീ റിപ്പീറ്റ് ചെയ്യാൻ തീരുമാനിച്ചത്? ഒന്ന്, പിന്നെ അത് ആ ഡിസിഷൻ ഒരു പകുതിയൊക്കെ ആയ സമയത്ത് വേണ്ടില്ലായിരുന്നു തോന്നിയിട്ടാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്നുമില്ല. നീ ഇത് റിപ്പീറ്റ് ചെയ്യാനുള്ള റീസൺ എന്തായിരുന്നു? റീസൺ എന്ന് പറഞ്ഞാൽ എനിക്ക് MBBS എന്ന് പറഞ്ഞ കോഴ്സിനോട് അത്ര ഇഷ്ടമാണ്. എങ്ങനെയാ ഇഷ്ടം വന്നത്? ആ ഇഷ്ടം പറഞ്ഞാൽ ചെറുപ്പത്തിൽ തന്നെ ഒരു ഡോക്ടർ ആവണം എന്ന് പറയാം. അത് എന്തുകൊണ്ടാണ് കാരണം എന്നറിയില്ല, അങ്ങനെ ഒരു ഡോക്ടർ ആവണമെന്നുണ്ടായിരുന്നു. സോ ആയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ ഇറങ്ങിയതായിരിക്കുന്നില്ല, വേറെ എന്തെങ്കിലും കോഴ്സിന് പോകും, എന്നാലും ഞാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞ പോലെ ശ്രമിച്ചു നോക്കും, അങ്ങനെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റത്തെ ഇയർ ഞാൻ നല്ലോണം ശ്രമിച്ചു. ഈ വർഷത്തിലാതെ ഞാൻ കഴിഞ്ഞ വർഷം നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റത്തെ ഇയർ ആകുമ്പോൾ നമുക്കൊരു പഠിക്കാനൊരു ത്വര ഉണ്ടാവുമല്ലോ, എന്താണിതെന്ന് അറിയില്ല, അതിനെ പറ്റിയിട്ട് കാര്യമായിട്ടൊന്നും നമുക്കറിയില്ല. അപ്പോൾ പഠിക്കാൻ ഭയങ്കര ഇതുണ്ടായിരുന്നു. ഹോസ്റ്റലിലായി നിന്നത്. അപ്പോൾ ഫസ്റ്റത്തെ ഇയറിൽ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ വർക്ക് ചെയ്തതിനുള്ള അത്ര മാർക്ക് കിട്ടിയില്ല. അപ്പൊ രണ്ടാമത്തേതിൽ കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോ എക്സാം എഴുതി കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് മനസ്സിലായത് കിട്ടൂല. അപ്പൊ പിന്നെ ഓക്കെ കിട്ടൂല എന്ന് ഞാൻ മനസ്സിലായതുകൊണ്ട് കിട്ടുന്നതിന് പോവാന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ പിന്നെ ആലോചിച്ച കോഴ്സൊക്കെ നോക്കുമ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യം ഇല്ലാത്ത പോലെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. അപ്പൊ ഒന്നും കൂടി നോക്കാം. പിന്നെ കഴിഞ്ഞ ആഴ്ച നല്ല ഡിലേ ആയിരുന്നു ഇതൊക്കെ വരാൻ വേണ്ടിട്ട്. മൊത്തത്തിൽ ഡിലേ ഉണ്ടായിരുന്നില്ലേ? അപ്പോൾ അടുത്ത റിപ്പീറ്റർ ബാച്ചിൽ കയറി അത്യാവശ്യം 2-3 മാസമൊക്കെ കോഴ്സ് തുടങ്ങി. അപ്പൊ പിന്നെ എന്നെ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് എഴുതാൻ തോന്നി. പിന്നെ ഇത് ഇടയ്ക്ക് വെച്ച് നിർത്താൻ തോന്നിയെന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും തോന്നിയിരുന്നു. പിന്നെ നമ്മൾ റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ കുറെ പേര് പറയും എന്തിനാ ഒരു വർഷം കൂടി കളഞ്ഞത്, ഇപ്പൊ 13 വയസ്സായി. പിന്നെ എൻ്റെ 10ലെക്കെ ഇപ്പൊ +2 പോലും +2 കഴിഞ്ഞു. ഇപ്പം പിന്നെ കൊറോണന്റെ വന്നതും കൂടി ഞങ്ങൾ ഭയങ്കര ഡിലേ ആയി. ശരിക്കും ഇതിന്റെ കുറച്ചുകൂടി മുമ്പാവണമായിരുന്നു. പക്ഷെ കൊറോണയും കൂടി വന്നപ്പോൾ നമ്മൾ നല്ല ഡിലേ ആയി. അപ്പോൾ കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു വേറെ ഏതെങ്കിലും കിട്ടുന്ന കോഴ്സിന് പോയിക്കൂടെ. അപ്പോൾ എനിക്ക് B.Pharm കിട്ടി, BDS കിട്ടി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ. BDS കിട്ടി. അപ്പോഴും കുറെ ആൾക്കാർ ചോദിച്ചു MBBS വേണോ, BDS മെറിറ്റിൽ കിട്ടിയിട്ട് എന്തുകൊണ്ടാ പോകാത്തെ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ എനിക്ക് MBBS കയറണം ഒരാഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ വർഷം ഇതേപോലെ തന്നെ ഇത് നമുക്ക് കിട്ടാത്തൊരു സംഭവമല്ല, നമ്മളെ കൊണ്ട് നമ്മൾ ശ്രമിച്ചാൽ കഴിയുന്ന ഒരു സാധനം. ക്വസ്റ്റ്യൻ പേപ്പർ 548 എന്ന് പറയുമ്പോൾ ഇതിനെ കുറിച്ച് ഏകദേശം വ്യക്തമായ ധാരണയുള്ള ആളാണ്. ആ സമയത്ത് ചിലപ്പോൾ ഫിസിക്സോ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പിന്നെ ഒരു നമുക്ക് വിചാരിക്കുന്ന ആ ട്വിസ്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അപ്പൊ മനസ്സിലായിട്ടുണ്ടാവും ഇതിപ്പം കിട്ടാൻ വലിയ പാടുള്ള കാര്യമില്ല എന്ന് മനസ്സിലായി. നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടും. നമുക്കൊരു ആഗ്രഹം ഉണ്ട്, നമുക്ക് ഈ കോഴ്സിന് പോകണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നീറ്റ് ആണെങ്കിൽ നമുക്ക് കിട്ടും. പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് കുറേ ഫംഗ്ഷന് പോകാൻ പറ്റൂല, ഫ്രണ്ട്സൊക്കെ ട്രിപ്പ് പോകുമ്പോൾ ഓലപ്പം പോകാൻ നമുക്ക് പറ്റൂല. അപ്പൊ നമുക്ക് സങ്കടം ഉണ്ടാവും. സോ നമ്മൾ അതൊക്കെ തരണം ചെയ്തിട്ട് ഞങ്ങളിപ്പോ നമ്മൾ പിള്ളേരോട് പറയലുണ്ട്,
ഇങ്ങനെയാണ് ഒരു വർഷം നമ്മള് കുറെ കാര്യങ്ങൾ സാക്രിഫൈസ് പക്ഷെ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവണുള്ളില്ല. വേറൊരാൾ ഫോഴ്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ കോഴ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബോധരിക്കും. വേറൊരാൾ ഫോഴ്സ് ചെയ്തിട്ടാണെങ്കിൽ നിങ്ങൾ ഈ കോഴ്സിലേക്ക് വരരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ആ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്ത് ആ ഒരു എന്താ പറയാ പൊട്ടൻഷ്യലോട് കൂടിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മള് ഇതേപോലെ പിന്നെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ ഉള്ള പിള്ളേരോട് പറയലുണ്ട്. നീ പറഞ്ഞ പോലെ നിനക്കിതാണ് ഇഷ്ടം. അപ്പം കുറച്ച് പേര് പിന്നെ റിപ്പീറ്റ് ചെയ്തിട്ടും കിട്ടാതെ റിപ്പീറ്റ് ചെയ്തും കിട്ടാതെ വേറെ കോഴ്സിന് പോയിട്ട് പിന്നെ വിളിക്കലുണ്ട്, സാറേ എനിക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റുമോ, കാരണം എനിക്ക് സെറ്റിൽ ആവുന്നില്ല. എൻ്റെ അടുത്ത് കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസ്റ്റന്റ് ആയിട്ട് ഡിഗ്രി ചെയ്തൂടെ, എന്നാ ഡിഗ്രിയും കിട്ടിയതും കിട്ടിയെന്ന്. പക്ഷെ എനിക്ക് അറിയാവുന്നത് നന്നായിട്ട് ചെയ്യാണ്ട്, അപ്പൊ പിന്നെ രണ്ടും ഇല്ലാത്ത അവസ്ഥ വരും. ഞാൻ വിചാരിച്ചു ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തിട്ട് കുട്ടികൾ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അപ്പൊ ഇതിന്റെ കൂടെ ഡിഗ്രിയും കൂടി ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയൂല. അതൊരു നല്ലൊരു പോയിന്റ് ആണ്, കാരണം കുറെ പേർക്കുള്ളതാണ് ഒന്നും പിന്നെ രണ്ടും കിട്ടൂല. കുറെ പേര് ഒരു സർ തന്നെ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് റിപ്പീറ്റിനാണോ എന്നാ പിന്നെ വെറുതെ ഒരു കൊല്ലം കളയാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഈ ഒരു കോഴ്സിന്റെ മനസ്സിലാകാത്തതുകൊണ്ടാണ്. നമുക്കൊരു നാട്ടില് വെച്ചൊരു എന്തുണ്ട് ഒരു ചിട്ടുണ്ട്, ഒരു വർഷം റിപ്പീറ്റ് ചെയ്താൽ പിന്നെ പേര് റിപ്പീറ്ററായി. പറയേണ്ട കാര്യം നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഡോക്ടർ ആയത്. നീറ്റ് ആസ്പിരൻസ് എന്നുള്ള രീതിയിലാണ് എല്ലാവരും കാണേണ്ടത് എന്നുള്ളതും കൂടി പറയാണ്. പിന്നെ അപ്പം ഇതാണ് ഏകദേശം നിന്റെ ആ എടുക്കാനുള്ള കാരണവും ഒക്കെ. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഡോപ്പയിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺവിൻസിങ് ആയി തോന്നിയ കാര്യം എന്തായിരുന്നു? ഡോബയുടെ മാരത്തോൺ എക്സാം ആണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത്. കാരണം ഞാനൊരു ചാപ്റ്റർ ഒക്കെ എടുത്താൽ ചിലപ്പോൾ വൈകുന്നേരം വരെ ചാപ്റ്റർ അതിന് ഇങ്ങനെ ഇരുന്ന് തൂങ്ങും. അപ്പോൾ ഡോപ്പന്റെ മാരത്തോൺ എക്സാം വന്നപ്പോൾ +1 ബയോളജി ഒരു ദിവസം, +2 ബയോളജി പിറ്റേ ദിവസം. അപ്പോൾ ഈ +1 ബയോളജി ഒരു ദിവസം കൊണ്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇവിടെയും തൊട്ടിട്ടാണെങ്കിലും വേണ്ടില്ല നമ്മൾ എല്ലാ ചാപ്റ്ററും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. മെന്ററിന്റെ ഒരു ഇൻവോൾവ്മെന്റ് പറയാതെക്കാൻ ഈ അസ്ലം സാറിനെ പറ്റിയിട്ട് എനിക്ക് ഭയങ്കര ഇതാണ്. ഞങ്ങൾ എന്തില്ലാതെ ആത്മാർത്ഥതയോടെയാണ് സാർ ഓരോ വോട്ടൊക്കെ ഇടുമ്പോൾ നമുക്ക് തോന്നാം. അപ്പോൾ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് ഓടിച്ചെങ്കിലും പോകണം. അങ്ങനെ ഓടിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചു മാരത്തോൺ എക്സാം വന്നപ്പോൾ. അതിന്റെ മുന്നേ എനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ഓടിക്കാൻ പഠിച്ചതുകൊണ്ട് നീറ്റിന്റെ തലേന്നൊക്കെ ആയപ്പോൾ ഒരു ദിവസം കൊണ്ട് ബയോളജി പെട്ടെന്ന് തന്നെ ഓടിച്ചു വിടാനുള്ളൊരു പ്രാക്ടീസ് കിട്ടി. മാരത്തോൺ എക്സാം എനിക്ക് എടുത്ത് പറയാൻ തോന്നി. കുറെ എക്സാംസ് ഉണ്ട്, പിന്നെ ഡോട്ട് എക്സാമുകൾ വന്നു. അതിന്റെ OMR ഷീറ്റൊക്കെ ഞങ്ങൾക്ക് അയച്ചു തന്നിട്ട് ഞങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് എഴുതി എക്സാംസ് ഒക്കെ വീട്ടിലിരുന്നിട്ട് തന്നെ. പിന്നെ ഗ്രാൻഡ് എക്സാംസ് കുറേ അറ്റൻഡ് ചെയ്തു. പിന്നെ കുറേ ആഴ്ചയിൽ പിന്നെ കുറേ എക്സാംസ് ഫുൾ എക്സാംസ് ആണ്. കുറേ പ്രാക്ടീസ് ആയി. എക്സാം എഴുതി നമ്മൾ ശീലായി. പിന്നെ അസ്ലമിനെ കുറിച്ച് പറയുമ്പോൾ അസ്ലം സാറിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. സാറിന് ഞങ്ങളില്ലാതെ ആത്മാർത്ഥതയാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് സാറ്. പിന്നെ സാറും ഇങ്ങനെ റിപ്പീറ്റ് ഒക്കെ കഴിഞ്ഞ് വന്നതായതുകൊണ്ട് ഏത് റൂട്ടിലൂടെ പോയാൽ അതിലേക്ക് എത്താം സാറിന് നന്നായിട്ട് അറിയാം. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരു സൊല്യൂഷൻ സാറ് പറഞ്ഞുതരും. അത് തന്നെയാണ് ശരിക്കും. ഇപ്പം ഞാൻ 2000 അവന്റെ 2-3 കൊല്ലം സീനിയർ ആണ് ഞാൻ. അപ്പം നമുക്ക് ഏകദേശം അറിയാം നിങ്ങൾക്ക് ഒരു റിപ്പീറ്ററിന്റെ സമയത്ത് എവിടേക്കാ സ്റ്റെക്ക് വരിക, എവിടേക്കാണ് റീതിങ്കിങ് വരിക, എവിടേക്കാണ് ഒരു സെക്കൻഡ് തോട്ട് വരിക എന്നൊക്കെ നമുക്കറിയാം. അതുപോലെ ഇപ്പം നന്നായിട്ട് പഠിക്കും, എക്സാമിന് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, എക്സാമിന് സമയത്ത് ടെൻഷൻ വരും, ബ്ലാങ്ക് ആയി പോകും. ഇങ്ങനെ കുറെ കാര്യങ്ങൾ എല്ലാ റിപ്പീറ്റേഴ്സിനും ഉള്ളതാണ്. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ തൊട്ടപ്പുറത്തുള്ള ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം. പിന്നെ ഓൺലൈനായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറെ ആരും കാണുന്നില്ല. നമ്മൾ അവിടെ ഇരിക്കുമ്പോൾ ചില ആൾക്കാരൊക്കെ ആയിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും അതിനൊക്കെ ഒരു ലിമിറ്റ് ഇല്ലേ, ഓഫ്ലൈനിന്റെ പോലെ അല്ലല്ലോ. അസ്ലമിന്റെ ഒരു കോമഡി, അസ്ലമിനോട് ഞാൻ പറഞ്ഞു പിന്നെ ഗ്രൂപ്പിൽ കുറെ വോയിസ് ഇടല്ലോ, നല്ല ഭയങ്കര നല്ല വോയിസ് ആണ്. പിന്നെ വാട്സപ്പ് ഒരു ഫീച്ചർ കൂടി കൊണ്ടുവന്നോണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ അസ്ലമെ അത്ര വലിയ വോയിസ് ഇടണ്ട, പിന്നെ പിള്ളേർക്ക് പഠിക്കാനുള്ളതാണ്, ഓരത് കേട്ടിരിക്കും പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെ, ഇങ്ങോട്ട് 3 മിനിറ്റിന്റെ ഒരു വോയിസിന് പകരം 1 മിനിറ്റിന്റെ 2-3 വോയിസ് ഇടും. പക്ഷെ അവന്റെ വോയിസ് ഭയങ്കര യൂസ്ഫുൾ ആണ്. ചില മോട്ടിവേഷനുകൾ കേട്ട് കഴിഞ്ഞാൽ കേൾക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇരിക്കും, കേട്ട് കഴിഞ്ഞാൽ പോകും. പക്ഷെ സാർ പറയുന്നത് ആത്മാർത്ഥമായിട്ട് പറയുന്ന ആളാണ്. അപ്പൊ തോന്നുന്നു നമ്മൾ നിങ്ങളെ പാരന്റ്സ് ഗ്രൂപ്പിൽ തന്നെ കുറെ പേര് പറയലുണ്ട്, അവർ സ്റ്റുഡൻസിനെ മാത്രമല്ല മെന്റർ ചെയ്ത് പാരന്റ്സിനെ പോലും മെന്റർ ചെയ്തിട്ടുണ്ട്. അവൻ അങ്ങനെ ഞങ്ങൾ പറയുന്നത് എന്തെങ്കിലും വീട്ടിൽ നിന്ന് എന്തെങ്കിലും പ്രഷർ ഉണ്ടെങ്കിൽ നമ്പർ തരും, ഞാൻ പറഞ്ഞ് ശരിയാക്കി തരാൻ സംസാരിച്ച് നന്നായിട്ട് ചെയ്യുന്ന ആളാണ്. അപ്പൊ അത് നമുക്ക് ആ ഒരു മെന്റർഷിപ്പ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച കാര്യം അതായിരുന്നു. കാരണം നമുക്കറിയാം അതെന്താണ് സംഭവം എന്നുള്ളത്, അത് പറഞ്ഞു തരിക എന്നുള്ളതാണ്. അത് നമ്മളെ കൂടെ തന്നെ ഇത് പിന്നെ സസ്റ്റെയിൻ ചെയ്യാത്ത ആൾക്കാരുണ്ടായിരുന്നു റിപ്പീറ്റിങ്ങിന്റെ സമയം. അപ്പൊ അവർക്ക് പാളിപ്പോയതുണ്ട്. അപ്പൊ അതുപോലെ ആർക്കും പിന്നെ ഇത് തെന്നി പോകാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചാൻസ് നല്ലോണ്ടായിരുന്നു. ഫസ്റ്റ് ഒക്കെ അങ്ങനെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, വോയിസ് ഇങ്ങനെ ഇടും, അത് ചിലപ്പോൾ കേൾക്കും ചിലപ്പോൾ കേൾക്കില്ല. പിന്നെ നമ്മളിങ്ങനെ കേട്ടു തുടങ്ങിയ ട്രാക്കൊക്കെ എത്തി. പിന്നെ ഓരോന്ന് പറയുന്നേക്കും നമുക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് അതിനെ പറ്റിയിട്ടുള്ള. ശരിക്കും നമ്മൾ ഈ ഒരു നീറ്റ് MBBS സീറ്റിന്റെ ഒരു വാല്യൂ ശരിക്കും ഭയങ്കര വലുതാണ്. ഇപ്പൊ സാർ എപ്പോഴും പറയും ടഫ് വൈസ് ഭയങ്കര അല്ലെങ്കിലും
കോമ്പറ്റീഷൻ വൈസ് ഭയങ്കര 18 ലക്ഷം ആൾക്കാർ കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിന് വാല്യൂ എത്രത്തോളം ഉണ്ട്, വളരെ കുറവാണ്. ഒരു 1.5% അതിന്റെ വിജയശതമാനം ഉള്ളൂ ശരിക്കും. അപ്പം അതാണ് കാര്യം. എക്സാമിന്റെ ടഫിനേക്കാളും അതിലും ടഫുള്ള എക്സാം ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. പക്ഷേ കോമ്പറ്റീഷനിൽ ഫസ്റ്റ് നിൽക്കുന്നത് നീറ്റാണ് തോന്നുന്നത്. പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇപ്പം കുറേ മോഡുകളുണ്ട് പഠിക്കാൻ. ഓഫ്ലൈൻ മോഡ് ഉണ്ട്, വീട്ടിൽ പോയി വരാം. ഞാൻ വീട്ടിൽ പോയി എന്നിട്ടാണ് പഠിച്ചത്. പിന്നെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം. അപ്പം 3 മോഡാണുള്ളത്. അപ്പം ഇത് ഏത് മോഡ് തിരഞ്ഞെടുക്കണം, എന്താണ് നിന്റെ ഒരു? അത് പല കുട്ടികൾക്കും പല പോലെയാണ്. പിന്നെ പോലെ ആവില്ല വേറെ കുട്ടിക്ക്. ഞാൻ ഫസ്റ്റ് ഇയർ ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞല്ലോ പഠിക്കാൻ ഒരു ത്വര ഉണ്ടാവും. അപ്പോൾ ആ ത്വര കാരണം നമുക്ക് ഹോസ്റ്റലിൽ നിന്നിട്ട് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് കഴിയുമ്പോഴും ഹോസ്റ്റലിൽ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ചടച്ചു. ഭയങ്കര സ്ട്രെസ്സ് വന്നു. ഭയങ്കര സ്ട്രെസ്സ് വന്നു. എനിക്ക് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ആകെ ടെൻഷനായി. ഇപ്പം ഞാൻ വീട്ടിലേക്ക് വന്നു. പിന്നെ വീട്ടിൽ പോയി വരലായി. പിന്നെ സെക്കൻഡ് ഇയർ ഞാൻ വിചാരിച്ചു ഞാൻ റിപ്പീറ്റ് ചെയ്താലും ഞാൻ ഹോസ്റ്റലിൽ നിൽക്കില്ല. എനിക്ക് ഹോസ്റ്റലിൽ നിൽക്കാൻ കഴിയൂല. അപ്പോൾ വീട്ടിലാണെങ്കിൽ ഭയങ്കര ഫ്രീ മൈൻഡായിട്ട് പഠിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി. അപ്പോൾ റിപ്പീറ്റും കൂടി ആയപ്പോൾ ഒരു ഇത് കിട്ടി. ഹോസ്റ്റലിൽ നിന്നുള്ള പഠിച്ചൊരു ശീലം കിട്ടി. എങ്ങനെയാണ് പഠിക്കേണ്ടത് മനസ്സിലായി. മറ്റു കുട്ടികൾ എങ്ങനെയാണ് പഠിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ സെക്കൻഡ് ഇയർ ഫുള്ള് ഞാൻ വീട്ടിലിരുന്നിട്ടാണ് പഠിച്ചത്. ഫ്രീ ആയിട്ടാണ് പഠിച്ചത്. ചില കുട്ടികൾക്ക് ഹോസ്റ്റലിൽ ഇരുന്നാലേ പഠിക്കുള്ളൂ, ഹോസ്റ്റലിൽ പറ്റൂല, പോയി വരണം. അപ്പം ഞാൻ കുറെ പേര് അങ്ങനെ ചോദിക്കുന്നത് ഏത് മോഡാ സാറാ നല്ലതെന്ന്. നമ്മള് ടെസ്റ്റ് ചെയ്ത് നോക്കുക. 2 ദിവസം വരെ നിങ്ങൾ ഹോസ്റ്റലിൽ പോയിട്ട് നിന്ന് നോക്കി ചെയ്തില്ലെങ്കിൽ നമുക്ക് ഏകദേശം മനസ്സിലാവല്ലോ വീട്ടിലെ അറ്റ്മോസ്ഫിയർ, പഠിക്കാൻ നല്ല അറ്റ്മോസ്ഫിയർ ആണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഇതിനൊക്കെ പുറമെ നമുക്ക് ഹൈലി നമ്മൾ മോട്ടിവേറ്റഡ് ആണ്. നമ്മളെപ്പോഴും മോട്ടിവേറ്റഡ് ആവണം. ഇപ്പൊ നമ്മള് ഇപ്പോൾ ഓപ്പയിൽ റിപ്പീറ്റിംഗ് ഓൺലൈനും ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് മെന്റേഴ്സ് ഉണ്ടാകുന്നതുകൊണ്ട് അവർ എന്ത് ചെയ്യും, ആ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്താൻ സഹായിക്കും. മെന്റർഷിപ്പ് ഓഫ്ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ റെസിഡൻഷ്യലിൽ ഞങ്ങളൊരു ഇത് പറയട്ടെ, ഞങ്ങള് പിന്നെ ഇപ്പോൾ കഴിഞ്ഞ ഈദ് ഉണ്ടായിരുന്നു, പെരുന്നാളിന്റെ സമയത്ത് ഫുള്ളായിരുന്നു നമ്മൾ ഹോസ്റ്റൽ, ആരും പോയിട്ടില്ല. ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞത് നിങ്ങൾ പിന്നെ അത്രയും നമ്മൾ കൂളായിട്ടാണ് അവർ കൊണ്ടുപോകലെന്ന്. ഭയങ്കര കൂളാണ്, ആർക്കും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. എല്ലാവരും എക്സാം എഴുതി കൊളായാലും ഇല്ലെങ്കിലും സാറേ ഭയങ്കര കൂളായിരുന്നു, ഭയങ്കര കൂളായിട്ട് ഇറങ്ങി പോകുന്നതാണ് പറഞ്ഞത്. ഭയങ്കര സന്തോഷമായി. കാരണം അവർക്കൊക്കെ അവരാ ടെൻഷനും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ പറ്റി. കാരണം അത്രയും ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ്. ഇനി അല്ല പിന്നെ ഞങ്ങൾ പിള്ളേരോട് പറഞ്ഞായിരുന്നു, ഇപ്പോൾ നീ പറഞ്ഞല്ലോ പല പല എൻഗേജ്മെന്റ്സും കാര്യങ്ങളും മാറ്റി വെക്കേണ്ടിയിരുന്നു. അപ്പം അതിന് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആൾക്കാരെ കേൾക്കുകയാണെങ്കിൽ ചിന്തിച്ചാൽ മതി. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഓണം, വിഷു, കുറേ കാര്യങ്ങൾ, ഫിലിമിന് പോകുന്നത്, ട്രിപ്പ് പോകുന്നതൊക്കെ ഈ ഒരു വർഷം ചെയ്യണോ, അതിനുശേഷം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് സമാധാനമായിട്ട് മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ പുറത്ത് ഔട്ട് ഓഫ് കേരളയും അങ്ങനെ നിങ്ങൾ ആ ഒരു 6 വർഷം എൻജോയ് ചെയ്യുക. അതിന് ശേഷവും എൻജോയ് ചെയ്യണോ നിങ്ങൾ ജസ്റ്റ് ആലോചിക്കുക. അപ്പൊ അതാണ് നമുക്ക് ആ ഒരു മോട്ടിവേഷൻ വരേണ്ടത്. ഓക്കെ, ഇപ്പൊ അസ്ലം സാർ ഇടയ്ക്കിടയ്ക്ക് പറയും ഇട്ട വോയിസിനെ പിന്നീട് നമുക്ക് ഓർമ്മപ്പെടുത്തലായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. മറന്നു പോയിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് സാർ ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ നമ്മള് നല്ലൊരു ബെസ്റ്റ് മെന്ററാണ്. അതുപോലെ പിന്നെ നീ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ട്, ഏകദേശം നല്ലൊരു മാർക്ക് ടെസ്റ്റിന് സ്കോർ ചെയ്തിട്ടുണ്ട്. ഇപ്പം ആവറേജ് കാൽക്കുലേറ്റ് ചെയ്തതിൽ നമ്മളത് അനൗൺസ് ചെയ്യും. പിന്നെ അപ്പോൾ നല്ലൊരു മെഡിക്കൽ കോളേജിൽ തന്നെ ഇപ്പം നിൻ്റെ ഈ ഒരു ആഗ്രഹം, ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്ന് ചെയ്തതിൽ നല്ലൊരു കോളേജിൽ കിട്ടട്ടെ പിന്നെ എന്ന് ആശംസിക്കുകയാണ്. അപ്പം ടെസ്റ്റിനോട് ചോദിക്കാനുള്ളത്, ഇപ്പം ഇനി റിപ്പീറ്റും റിപ്പീറ്റും സൂപ്പർ റിപ്പീറ്റും അതിൻ്റെ പുറത്ത് എന്തെങ്കിലും വേറെ റിപ്പീറ്റിംഗ് ഉണ്ടെങ്കിൽ വേറെ കോഴ്സിനെ കൂടെ റിപ്പീറ്റ് ചെയ്യണം എന്ന് അങ്ങനെ കുറെ ആൾക്കാരുണ്ടോ, ആൾക്കാർ ഈ 2023 എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എന്താണ് അവരോട് പറയാനുള്ള ലാസ്റ്റ് വേർഡ്? ലാസ്റ്റായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക, നിങ്ങൾ പ്രയോറിറ്റി ഫസ്റ്റ് നിശ്ചയിക്കുക. ഇതിനാണ് എൻ്റെ പ്രയോറിറ്റി. എന്തൊക്കെ വന്നാലും അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് ഏതൊക്കെ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുക. നിങ്ങൾ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിൽ നല്ലൊരു ആഗ്രഹം വേണം. ആദ്യം മനസ്സിൽ നമുക്ക് നല്ലൊരു ആഗ്രഹം വേണം, ഞാൻ അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. അല്ലാതെ വേറെ ആൾക്ക് വേണ്ടിയിട്ട്, വീട്ടുകാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടിയിട്ടൊന്നും വർക്ക് ചെയ്യരുത്. നിങ്ങൾക്ക് കിട്ടണം എന്ന് വിചാരിച്ചിട്ട് വർക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് പറയുന്നത്, നമ്മൾ പ്രയോറിറ്റി മാറാൻ പാടില്ല. നമ്മൾ ഇപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കുന്ന സമയത്ത് പ്രയോറിറ്റി പഠനമാണ്. അതിൻ്റെ ഇടയിൽ പിന്നെ ചായയിൽ പഞ്ചസാര കുറഞ്ഞോ, ചായന്റെ ചൂട് പോയി, ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങൾ, അതൊന്നും ഒരിക്കലും വരാൻ പാടില്ല. ഹോസ്റ്റലിൽ പോയാലൊരു മെയിൻ പ്രശ്നമുണ്ട്, വർത്താനം പറയും. അതൊക്കെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം, നമ്മളെ കൺട്രോളിൽ നിർത്തണം. ഒരു വർഷം നമ്മൾ ചില്ലയാൻ വേണ്ടി വന്നതല്ല, പഠിക്കാൻ വേണ്ടി വന്നാലും ബോധം വേണം. വീട്ടിൽ നിന്ന് പഠിക്കുകയാണെങ്കിലും നിങ്ങൾ പ്രയോറിറ്റി ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ അന്നത്തെ ചാപ്റ്റേഴ്സ് പഠിച്ച് തീർക്കണം എന്നാണ് പ്രയോറിറ്റി എങ്കിൽ അത് പഠിച്ച് തീർക്കുക. പ്രയോറിറ്റി ഫിക്സ് ചെയ്യുക. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. റിപ്പീറ്റ് അല്ല, നിങ്ങൾ ആ ഒരു ഈ വർഷത്തെ നീറ്റിന് വേണ്ടിയിട്ട് നെക്സ്റ്റ് ഇയർ നീറ്റിന് വേണ്ടിയിട്ട്
പ്രിപ്പയർ ചെയ്യണം, നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്ത് ഹെൽപ്പ് ഉണ്ടെങ്കിലും നമ്മളൊക്കെ ഉണ്ട്, നമ്മളെ ഡോപ്പയിലെ മെൻറ്റേഴ്സ് ഉണ്ടാവും. ഇനി നമ്മൾ ഈ വർഷം ഡോപ്പയിലെ റിപ്പീറ്റേഴ്സ് ചെയ്ത് നല്ല റിപ്പീറ്റല്ല എക്സാം എഴുതി നല്ല സ്കോർ ചെയ്ത ആൾക്കാരും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കയറുന്ന ആൾക്കാരൊക്കെ ഇനി നിങ്ങളെ മെൻറ്റർ ആകാൻ പോകുന്നത്. അപ്പം അതും കൂടി ഇപ്പോൾ അനൗൺസ് ചെയ്യാണ്. നമുക്ക് അടിപൊളിയായിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ഓൾ ദി ബെസ്റ്റ്. ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ ഉണ്ടാവും, ഏതെങ്കിലും നല്ല കോളേജിൽ തന്നെ ഉണ്ടാവും. നമുക്ക് ആ വെൽക്കം ടു ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി. താങ്ക് യു സോ മച്ച്.